നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി സി കെ നാസർ കാഞ്ഞങ്ങാട്. വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിനായുള്ള ഭൂമി ഏറ്റെടുക്കലിൽ വീണ്ടും പ്രതിസന്ധി. ഭൂമി ഏറ്റെടുക്കലുമായി മുന്നോട്ടു പോകാമെന്ന ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ എസ്റ്റേറ്റ് ഉടമകളായ ഹാരിസൺ മലയാളം അപ്പീൽ നൽകി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലാണ് അപ്പീൽ നൽകിയത്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവരെ മരിച്ചവരായി കണക്കാക്കാമെന്ന തീരുമാനമായി സംസ്ഥാന സർക്കാർ. ഇതിനായി പട്ടിക തയ്യാറാക്കും. മരിച്ചവർക്കുള്ള ധനസഹായത്തിന് 2 സമിതികൾ രൂപീകരിക്കുകയും ചെയ്തു. തുടർ നടപടികൾക്കായി പ്രാദേശിക സമിതിയും സംസ്ഥാനതല സമിതിയുമാണ് രൂപീകരിക്കുക. പ്രാദേശിക സമിതി ആദ്യം മരിച്ചവരുടെ പട്ടിക തയ്യാറാക്കും. കാണാതായവരുടെ കുടുംബത്തിനും സഹായം എന്നത് ദുരിതബാധിതരുടെ പ്രധാന ആവശ്യമായിരുന്നു. MLA സ്ഥാനം രാജിവെച്ച് നിലമ്പൂരിൽ UDFന് നിരുപാധിക പിന്തുണ പ്രഖ്യാപിച്ചിട്ടും PV അൻവറിന്റെ മുന്നണി പ്രവേശനത്തിൽ തിടുക്കത്തിൽ തീരുമാനം വേണ്ടെന്ന് നേതൃത്വം. മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയെ സ്ഥാനാർത്ഥിയായി നിർദ്ദേശിച്ച അൻവറിന്റെ നടപടിയിൽ കോൺഗ്രസിൽ ഒരു വിഭാഗത്തിന് അമർഷമുള്ളതിനാലാണിത്. ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപനം വന്ന് മതി അൻവർ വിഷയത്തിൽ തീരുമാനമെന്ന നിലക്കാണ് കോൺഗ്രസിലെ നീക്കങ്ങൾ. PV അൻവറിനോട് മതിപ്പും എതിർപ്പും ഇല്ലെന്ന് KPCC പ്രസിഡന്റ് K സുധാകരൻ പറഞ്ഞു. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി ആര് എന്നതടക്കം UDF ചർച്ച ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. അൻവറിന്റെ നിർദ്ദേശം തള്ളാനും കൊള്ളാനും ഇല്ലെന്നും നിലമ്പൂരിൽ ജോയി മത്സരിക്കട്ടെ എന്ന് അൻവറിൽ പറഞ്ഞത് ദുഷ്ടലാക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. P ശശി വീണ്ടും PV അൻവറിന് വക്കീൽ നോട്ടീസ് അയച്ചു. ശശി അൻവറിന് അയക്കുന്ന 4ാമത്തെ വക്കീൽ നോട്ടീസാണിത്. VD സതീശനെതിരായ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ആവശ്യപ്പെട്ടത് ശരിയാണെന്ന പരാമർശത്തിലാണ് നടപടി. PV അൻവറിന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്നും പിൻവലിക്കണമെന്നും P ശശിയുടെ വക്കീൽ നോട്ടീസിൽ പറയുന്നു. UDFൽ മാപ്പപേക്ഷ എഴുതി തയ്യാറായി നിൽക്കുകയാണ് PV അൻവറെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ പറഞ്ഞു. P ശശിയെ ശത്രുവായി പ്രഖ്യാപിച്ചത് കൊണ്ടാണ് PV അൻവർ അദ്ദേഹത്തിനെതിരെ നിരന്തരം ആരോപണം ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുമുന്നണി നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് തയ്യാറാണെന്നും മണ്ഡലത്തിൽ സ്വതന്ത്രൻ വരുമോ എന്നൊക്കെ അപ്പോൾ നോക്കാമെന്നും ഗോവിന്ദൻ പറഞ്ഞു. അതേസമയം NM വിജയന്റെ മരണത്തിൽ കടത്തിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജയിലിൽ കഴിയുന്ന വ്യവസായി ബോബി ചൊമ്മണ്ണൂരിന് ജാമ്യം അനുവദിക്കാമെന്ന് ഹൈക്കോടതി. ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞു. നടി ഹണി റോസിന്റെ പരാതിക്ക് ആധാരമായ ഉദ്ഘാടന പരിപാടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ച കോടതി ബോബി ചൊമ്മണ്ണൂരിന്റെ കമന്റുകൾ ദ്വയാർത്ഥ പ്രയോഗമല്ലാതെ മറ്റെന്താണെന്ന് ചോദിച്ചു. നടിയുടെ മാന്യത കൊണ്ടാണ് പൊതുമധ്യത്തിൽ അവരുടെ അനിഷ്ടം പ്രകടിപ്പിക്കാതിരിക്കുന്നതെന്നും സ്വയം സെലിബ്രിറ്റിയായി കരുതുന്ന ഈ മനുഷ്യൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നും കോടതി ആരാഞ്ഞു.